എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് തേങ്ങ ചേർക്കാത്ത നല്ല പഞ്ഞി പോലത്തെ അപ്പവും തേങ്ങ ചേർക്കാത്ത വെജിറ്റബിൾ സ്റ്റൂവും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഭയങ്കര തേങ്ങയ്ക്ക് വിലയല്ലേ. അപ്പോൾ ഈ രണ്ട് വിഭവങ്ങളും തേങ്ങ ചേർക്കാത്തതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചരി ഒരു 3-4 മണിക്കൂർ നേരം ഞാൻ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടാണ് കുതിർത്ത് വെച്ചത്. അതിലേക്ക് ഒരു കപ്പ് അവൽ, വെളുത്ത അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ 1 കപ്പ് വെളുത്ത അവൽ കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് കഴുകൊന്നും വേണ്ട. വെളുത്ത അവൽ ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 1 അവർ നമ്മളിതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് തേങ്ങയോ ഈസ്റ്റോ അങ്ങനെ ഒന്നും ചേർക്കാതെയാണ് ഇത് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മിക്സിയുടെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ട്രിപ്പായിട്ട് അരി അരച്ചെടുക്കാം. വെളുത്ത അവലാണെങ്കിൽ നമ്മുടെ അപ്പത്തിന് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ വെളുത്ത അവലാണ് ഏറ്റവും നല്ലത്. മട്ടയുടെ അരിയുടെ വെച്ചിട്ടുള്ള അവൽ നല്ലതാണ്, പക്ഷേ കുറച്ചും കൂടി നല്ലത് വെളുത്ത അവലാണ്. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയിലുള്ള വെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. രണ്ടാമത്തെ ട്രിപ്പും അരിയും അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സാക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഓവർ നൈറ്റാണ് കേട്ടോ ഞാൻ വെച്ചത്. എന്നിട്ട് എടുത്ത് നോക്ക്. അപ്പോൾ നല്ലപോലെ ഒന്ന് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഈസ്റ്റൊക്കെ ഇടുമ്പോഴും നല്ലപോലെ പൊന്തി വരും. അത്രയും പൊന്തിയില്ലെങ്കിലും അത്യാവശ്യം നല്ലപോലെ പതഞ്ഞ് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനുള്ള വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ക്യാരറ്റും ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള, ഒരു 3-4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് അതുകൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരാം. അപ്പോൾ ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, മീഡിയമായിട്ടൊന്ന് വഴന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചക്കറിയൊക്കെ ഒന്ന് വേകാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചൊരു 3 വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി വിസിലടുപ്പിക്കുന്ന സമയത്ത് നമുക്കിതിനുള്ള ഒരു കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ നമ്മളിതിൽ തേങ്ങാപ്പാലല്ലല്ലോ ചേർക്കുന്നത്, പകരം നമ്മൾ കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിന് പകരം പശുമ്പാൽ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ചേർത്താണ് കേട്ടോ കലക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ വിസിലൊക്കെ നന്നായിട്ട് പോയി തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തുറന്ന് നോക്കി നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ മിക്സ് ചേർത്താൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പശുമ്പാൽ കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ പശുമ്പാൽ ചേർക്കണ്ട. ഞാനപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മാത്രം പശുമ്പാലൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പതുക്കെ ഒരു തള വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ സെറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അപ്പം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവൊക്കെ ഒന്നും കൂടി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്ത് അതിൽ എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. ഒരു തവി അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അത് കുറച്ച് ഹോൾസൊക്കെ വന്നു കഴിയുമ്പോൾ അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഓരോ അപ്പം ചുടുമ്പോഴും നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. നല്ല സൂപ്പർ അപ്പമാണ്. പച്ചരി നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പച്ചരി എടുക്കാൻ നോക്കണം. അപ്പോൾ തേങ്ങാപ്പാലോ തേങ്ങയോ ഈസ്റ്റോ ഒന്നും ചേർക്കാത്ത സൂപ്പർ അപ്പം. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കാത്ത വെജിറ്റബിൾ സ്റ്റൂവും. അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.